എന്ന് സ്വന്തം പല്ലവി. രചന ലില്ലി. ഒരു വലിയ ഇരുനില വീടിനു മുന്നിലേക്ക് കാർ നിർത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ജെനി എനിക്കടുത്തേക്ക് വന്ന് എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു നിന്നു. എനിക്കെന്തോ വല്ലായ്മ തോന്നി. ആദ്യമായി ഒരു അന്യ വീട്ടിൽ. തല പൊക്കിയ അപരിക്ഷിതാബോധം ഞാൻ അടക്കി നിർത്തി. എന്തോ ആകെ കോലം കെട്ട എൻ്റെ രൂപം കാറിൻ്റെ ഡോർ ഗ്ലാസ്സിലൂടെ ഞാൻ കണ്ടു. നിറം മങ്ങിയ ചുരിദാറും കയ്യിൽ നിറയെ കുപ്പിവളകളും കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്തു കെട്ടിയ ഏലസും. പൈസ കിട്ടുമ്പോൾ പുതിയ 2 ചുരിദാറെങ്കിലും വാങ്ങണം. പെട്ടെന്ന് ചിരി വന്നു എനിക്ക്. കഴിഞ്ഞ 4 മാസമായി ഇതേ ചിന്ത എൻ്റെ കോലം കണ്ണാടിയിൽ കാണുമ്പോൾ വരുന്നതാണ്. ജാള്യതയോടെ ഞാൻ നിന്നതും കാവേരി ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ട് സ്വന്തം വീട്ടിലെ പോലെ അകത്തേക്ക് ഓടുന്നു. കയറി വാടോ പല്ലവി. ജെനിക്കെന്താ വരാൻ പേടിയാണോ? എല്ലാവരും ഉണ്ടടോ അകത്ത്. സ്വന്തം വീടാണെന്ന് കൂട്ടിക്കോന്നേ. വാ. അധികാരത്തോടെ ജെനിയുടെ കയ്യിൽ മെല്ലെ പിടിച്ച് സിദ്ധുവേട്ടൻ. അവൾ അനുസരണയോടെ കൂടെ ചെന്നപ്പോൾ അവളുടെ മറുകൈ എൻ്റെ കൈത്തണ്ടിയിൽ മുറുകെ പിടിച്ചിരുന്നു. അകത്തേക്ക് കയറും മുന്നേ ചിരിയോടെ പുറത്തേക്ക് വന്ന പ്രായം ചെന്ന അച്ഛനെയും അമ്മയും ഞാൻ നോക്കി നിന്നു. കയറി വാ മക്കളെ. സിദ്ധുവേട്ടൻ്റെ അച്ഛനാണ്. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അധ്യാപകരായ ആ അച്ഛനും അമ്മയ്ക്കും കാത്തിരുന്ന് ഏറെ വൈകി ജനിച്ച മകനാണ് സിദ്ധുവേട്ടൻ. സുഹൃത്തുക്കളെ പോലെ മൂവരും കളിച്ചും ചിരിച്ചും ഇടപെടുന്നത് ഞാൻ നോക്കി നിന്നു പോയി. അവർക്കിടയിൽ കാവേരി ചേച്ചി ഒരു അംഗത്തെ പോലെയാണെന്ന് ഞാൻ അറിഞ്ഞു. അവരും ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചവരാണെന്ന്. ഒരു സ്വർഗത്തിൽ എത്തപ്പെട്ട പോലെയായി എനിക്ക്. ജെനിയെ മകളെ പോലെ കൈപിടിച്ച് കൂടെ നടത്തുകയാണ് ആ അമ്മ. അല്ലെങ്കിലും ആരും ഇഷ്ടപ്പെട്ടു പോകും ആ മിണ്ടാപ്പൂച്ചയെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയാണവൾ, രൂപത്തിലും ഭാവത്തിലും. എന്തോ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ദേവർമഠത്തിൻ്റെ അടുക്കളയിൽ വിയർപ്പിൽ കുളിച്ച് നിൽക്കുകയായിരിക്കും ആ പാവം. ഹൃദയത്തിൽ വല്ലാത്ത നീറ്റൽ. കാവേരി ചേച്ചി പെട്ടെന്ന് എന്നെ വന്ന് കൈപിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ദേ പെണ്ണേ, നിന്നെയൊന്ന് ഹാപ്പിയാക്കാനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. നീ വിഷമിച്ചിങ്ങനെ നിൽക്കല്ലേ മോളെ. നടക്കും വഴി എന്നെ പിടിച്ചു നിർത്തി കാവേരി ചേച്ചി അത് പറഞ്ഞതും ഞാൻ ആ കൈകൾ ചേർത്ത് പിടിച്ചു. ഒന്നും പകരം പ്രതീക്ഷിക്കാതെ എന്നെ ഇവർ എന്തിന് ഇത്രയും സ്നേഹിക്കുന്നു എന്നോർക്കെ എന്നെനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആ കൈകൾ കൊണ്ട് തുടച്ചു തന്നു കാവേരി ചേച്ചി. ഒരു ഗ്ലാസ് നിറച്ച് പായസം എനിക്ക് നേരെ അമ്മ നീട്ടി. കുറേ കാര്യങ്ങൾ സംസാരിച്ചു അമ്മയുമായി. പുറത്ത് അച്ഛനുമായി കാവേരി ചേച്ചിയുടെ കത്തി കേൾക്കാം. അച്ഛൻ ഉറക്കെ ചിരിക്കുന്നുണ്ട്. ജെനിയെ കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത്. ഞാൻ തലയാട്ടി ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. വളരെ വലിയ വീടാണ്. എന്നാൽ അതിൻ്റെ യാതൊരു പെരുമയും ഇല്ലാത്ത അച്ഛനും അമ്മയും സിദ്ധുവേട്ടനും. എന്തോ മനസ്സ് നിറയുന്ന സന്തോഷം. തുറന്നു കിടക്കുന്ന റൂമിനുള്ളിൽ മേശയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്ന സിദ്ധുവേട്ടനും ജനൽപിടിയിൽ ചാരി നിൽക്കുന്ന ജെനിയെയും ഞാൻ കണ്ടു. ജെനിയെ കണ്ണെടുക്കാതെ നോക്കി ചിരിയോടെ എന്തൊക്കെയോ പറയുകയാണ് ആള്. അവൾ ചിരിയോടെ എല്ലാത്തിനും മൂളുകയും തലയാട്ടുകയും കൈകൾ ഉയർത്തി ആവേശത്തോടെ എന്തൊക്കെയോ ആംഗ്യം കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ഹൃദയമിടിപ്പിൻ്റെ ദൂരത്തിൽ അവർ ഭ്രാന്തമായി പ്രണയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് ഞാൻ അറിഞ്ഞു. ചില മൗനങ്ങൾക്ക് ഇത്രയും ശക്തമായി വികാരങ്ങൾ കൈമാറാൻ സാധിക്കുമോ? എന്നെ കണ്ടതും സിദ്ധുവേട്ടൻ എണീറ്റ് നിന്നു. ജെനി എന്തോ പരുങ്ങലോടെ എനിക്കടുത്ത് വന്നു. ഒരു കള്ളച്ചിരിയുണ്ട് രണ്ടിൻ്റെയും മുഖത്ത്. ആവട്ടെ, പിന്നീട് കൈയോടെ പിടിക്കും ഞാൻ. സിദ്ധുവേട്ടനെ നോക്കി ഞാൻ കണ്ണുരുട്ടി. ആള് ഒറ്റ മുങ്ങല്. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയെല്ലാം വയർ നിറച്ച് ഊണും തീറ്റിച്ച് അച്ഛനും അമ്മയും. തൂശനിലയിൽ ഞങ്ങൾക്കൊക്കെ വിളമ്പിയൂട്ടിയത് അച്ഛനും അമ്മയും ഒരുമിച്ചാണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവർക്കും വിളമ്പിക്കൊടുത്തു. ഈ അച്ഛനും അമ്മയും ഒരു 100 വർഷം ഇനിയും ഇതുപോലെ ജീവിക്കാൻ മനസ്സ് നിറഞ്ഞ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പോയി. മനസ്സിൽ വല്ലാത്ത കുളിര് കോരിട്ട സുഖവും ഏറെ നാളുകൾക്കൊടുവിൽ വല്ലാത്തൊരു സന്തോഷവും. ഇടയ്ക്കെപ്പോഴോ സൂരജിൻ്റെ ഓർമ്മകൾ എന്നെ പൊതിഞ്ഞു. എന്നെ കാണാതെ പാഞ്ഞു നടപ്പാകും ആള്. സിദ്ധുവേട്ടനൊപ്പം വന്നതിൻ്റെ അസൂയ വേറെയും കാണും.
ചിന്തയോടെ എൻ്റെ ചുണ്ടിൽ ഊറി കൂടിയ ചിരിയുടെ അർത്ഥം അറിഞ്ഞ പോലെ ജെനി എന്നെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവേട്ടൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇനിയും വരണമെന്നും പറഞ്ഞു. ജെനിയെ അമ്മ വിടുന്നില്ല. എന്തോ ഒരു പാവയെപ്പോലെ ആ അമ്മയെ അവൾ ചേർത്ത് പിടിച്ച് നിർത്തുന്നത് ഞാൻ നോക്കി നിന്നു. അവളിലേക്ക് നിറഞ്ഞ വാത്സല്യത്തോടെ നോക്കി നിൽക്കുകയാണ് സിദ്ധുവേട്ടനും. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ആനന്ദത്താൽ എൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ അറിഞ്ഞു. തിരികെ വീട്ടിലേക്ക് പോകാനായി ഇടവഴിയിലൂടെ ഞാൻ നടന്നു. നേരം വൈകുമെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞിരുന്നു. കാറ്റിൽ പിന്നിലേക്ക് പറന്നു പോകുന്ന മുടിയിഴകളിൽ ഞാൻ ഒതുക്കി വെച്ചു. ദേവർമഠത്തിൻ്റെ വലിയ പടിപ്പുരയിലേക്ക് എൻ്റെ കണ്ണുകൾ നീണ്ടു. ഇരുട്ടു മൂടി തുടങ്ങിയെങ്കിലും മങ്ങിയ പ്രകാശം ഇനിയും മാറിയിട്ടില്ല. സൂരജ് ഉണ്ടാകുമോ അവിടെ എന്നോർത്തുകൊണ്ട് ഞാൻ 2 അടി മുന്നോട്ട് വച്ചതും ഇടവഴിയിലെ വലിയ മാവിൻ്റെ തണലിൽ എന്നെയും കാത്തെന്നോണം ബുള്ളറ്റിൽ ചാരിയിരിക്കുന്ന സൂരജിനെ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. ആളനക്കമില്ലാതെ ഇടവഴി ശാന്തമായിരുന്നു. വീട്ടിൽ നിന്നും ഉറക്കെ വിളിച്ചാൽ ഇവിടേക്ക് കേൾക്കാം. ആൾ എന്നെ കണ്ട വെപ്രാളത്തിൽ ചുണ്ടിൽ എരിഞ്ഞു പുകയുന്ന സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ടി ചവിട്ടി ഞെരിച്ചു. മൂടിക്കെട്ടിയ മുഖവുമായി എന്നിലേക്ക് നോക്കി നിൽക്കുന്ന സൂരജിനെ കാണെ ഞാൻ ഇടവഴിയുടെ ഓരം ചേർന്ന് നിന്നു. ആ കണ്ണുകൾ എന്നിലെന്തോ ഭ്രാന്തമായി തിരയുന്നത് ഞാൻ അറിഞ്ഞപ്പോൾ അലക്ഷ്യമായി ഇരുട്ടു മൂടി തുടങ്ങിയ നെൽപ്പാടങ്ങളിലേക്ക് ഞാൻ എൻ്റെ നോട്ടത്തെ തിരിച്ചുവിട്ടു. അച്ഛൻ്റെ കാര്യം സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല പവി. അലിവോടെ അവൻ്റെ ശബ്ദം എൻ്റെ കാതിനടുത്തേക്ക് കേൾക്കുന്നത് ഞാൻ അറിഞ്ഞപ്പോൾ അവനിലേക്ക് നോക്കി ഒരു മങ്ങിയ ചിരിയോടെ ഞാനൊന്ന് മൂളി. എന്തോ അസ്വസ്ഥതയോടെ എൻ്റെ കണ്ണുകൾ കലങ്ങിയത് കണ്ടിട്ടാകാം അവൻ ചേർത്തു പിടിക്കാൻ ഒരുങ്ങും മുമ്പേ ഞാൻ നീങ്ങി നിന്നു. എങ്കിലും അവൻ പിന്മാറിയില്ല. കൈ ഉയർത്തി എൻ്റെ നെറുകയിൽ മെല്ലെ തലോടി. പോട്ടെ, ഇനി സങ്കടപ്പെടണ്ട. ഇത്രമേൽ കരുതലും സ്നേഹവും ഭ്രാന്തും നിറഞ്ഞൊരുത്തൻ. പേരറിയാത്തൊരു വികാരം എന്നിലേക്ക് മൂടി ഹൃദയം പൊട്ടുമെന്ന് തോന്നിപ്പോയി എനിക്ക്. ഇടവഴിയാണെന്ന ബോധ്യം അവനിൽ ഉണർന്നതുകൊണ്ടാകാം എന്നിൽ നിന്നും അകന്നു മാറി. കൂട്ടുകാർ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ. നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനുമൊക്കെ. എനിക്കാരുമില്ല. എന്നെ മാത്രമാണ് നിനക്ക്. പൂർത്തിയാക്കാനാകാതെ ഇടറിയ ശബ്ദത്തോടെ അവൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കും മുമ്പേ ആ കൈകളിലേക്ക് അറിയാതെ ഞാൻ കോർത്തു പിടിച്ചുപോയി. ആ കണ്ണുകളിൽ പരിഭവവും നിറയുന്നത് ഞാൻ അറിഞ്ഞു. അടുത്ത നിമിഷം തിരിഞ്ഞു നിന്ന് എൻ്റെ കൈകളെ അവൻ കൂട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ആ ഹൃദയം എനിക്ക് വേണ്ടിയാണോ മിടിക്കുന്നത്? ആ നെഞ്ചിലെ ചൂടുപറ്റി എൻ്റെ കൈവിരലുകൾ ചേർന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞവൻ ബുള്ളറ്റിലേക്ക് കയറി ദൂരേക്ക് മറയുമ്പോൾ ഇരുട്ടിൽ തെളിഞ്ഞ നിലാവ് പോലെ ഒരു നേറിയ പ്രകാശം എൻ്റെ മനസ്സിലേക്കും പരക്കുന്നത് ഞാൻ അറിഞ്ഞു. വളരെ ഉന്മേഷത്തോടെ പിന്നീടുള്ള ദിവസങ്ങൾ പോയി മറയുന്നുണ്ടായിരുന്നു. കുസൃതി നിറഞ്ഞ ആ കണ്ണുകൾ ഇടയ്ക്കെല്ലാം എന്നെ തേടി വരുന്നതും ആ ചുണ്ടിൽ എനിക്കായി ചിരികൾ വിടരുന്നതും ഞാൻ അറിഞ്ഞു. ആ വേളകളിൽ ഒരു ബെഞ്ചിൻ്റെ 2 അറ്റങ്ങൾ നിശബ്ദമായൊരു കാവ്യം രചിക്കുകയായിരുന്നു. ഒരിക്കൽ ക്യാൻറ്റീനിൻ്റെ ഒരൊഴിഞ്ഞ മൂലയിലിരുന്ന് ഞാനും ജെനിയും ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. പതിവ് പോലെ ഇലയിൽ പൊതിഞ്ഞ ചോറും കറികളുമെല്ലാം സ്വാദോടെ കഴിക്കുന്ന ജെനിയെ ഞാൻ നോക്കിയിരുന്നു. ഇടയ്ക്കിടെ ഞാൻ ഉരുള ഉരുട്ടുമ്പോൾ അവൾ വാ തുറക്കും. ഞാൻ ഉരുട്ടുന്ന ഉരുളയ്ക്ക് നല്ല രുചിയാണെന്ന്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ചിരിയോടെ അവളെ ഞാൻ ഊട്ടും. ഇടയ്ക്കെപ്പോഴോ എനിക്കടുത്തേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ വന്നിരുന്നപ്പോൾ വായിലിരിക്കുന്ന ചോറ് പോലും ഇറക്കാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുകയാണ് ജെനി. അല്ലേലും സൂരജിനെ അവൾക്ക് പേടിയാണ്. ചിരിക്കാത്ത മുഖവും ഗൗരവവും എപ്പോഴുമുള്ള ദേഷ്യവുമൊക്കെ അവനോട് അവൾക്ക് ഭയമാണ്. എനിക്കറിയും പോലെ ആ മനസ്സ് മറ്റാർക്കും അറിയില്ലല്ലോ. എന്നാൽ അറിയാൻ ശ്രമിക്കാൻ മറ്റാരെയും അവൻ അനുവദിക്കുകയുമില്ലെന്ന് ഞാൻ ഓർത്തു. ഒന്നുമില്ലെന്ന് ഞാൻ ജെനിയെ കണ്ണടച്ച് കാട്ടി. മിണ്ടാതെ തല കുനിച്ചു പിടിച്ചിരിക്കുന്ന ജെനിയെ നോക്കിയ സൂരജ് ഡെസ്കിൽ മെല്ലെ തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ തല ഉയർത്തി. ഗൗരവം അഴിച്ചുവെച്ച് നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി അവൻ സ്നേഹത്തോടെ കണ്ണടച്ച് കാട്ടിയപ്പോൾ ആ ചിരി അവളുടെ ചുണ്ടിലേക്കും പകരുന്നത് ഞാൻ അറിഞ്ഞു. പവിയെ, ഞാനും കഴിക്കട്ടെ നിൻ്റെ കൂടെ? ഞാനും ജെനിയും അവനെ തന്നെ നോക്കിയിരുന്നു പോയി. എന്തോ വല്ലാത്ത സ്നേഹം തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ സൂരജിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ. മനസ്സിലൊരു വിങ്ങൽ. പാവം, ഇനിയൊരിക്കലും നിന്നെ നിഷേധിക്കാൻ എനിക്കാകുമോ സൂരജ്? അനുവാദം പോലും ചോദിക്കാതെ നിനക്കിഷ്ടമാണെങ്കിൽ കഴിച്ചൂടെ എനിക്കൊപ്പം ഒരിലയിൽ തന്നെ? ചിരിയോടെയുള്ള എൻ്റെ നോട്ടം കണ്ടിട്ടാകും അവൻ എനിക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. ജെനി അന്തം വിട്ട് നോക്കുന്നത് കണ്ട് എനിക്ക് ചിരി പൊട്ടി. ഞങ്ങൾ 2 ആൾക്കും കഴിക്കാൻ പാകത്തിൽ ഞാൻ ഇല അവനടുത്തേക്ക് നീക്കി വെച്ചു.
ജനിക്ക് കൊടുത്ത പോലെ ഒരൊറ്റ ഉരുള നീ എനിക്ക് വാരിത്തരുമോ പവി? ഏ? എൻ്റെ കണ്ണിലേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ മനസ്സ് ഒന്നലിഞ്ഞുപോയി. അപേക്ഷയോ അധികാരമോ സൗഹൃദമോ പ്രണയമോ ആയിരുന്നില്ല ആ ധ്വനിയിൽ എന്ന് ഞാൻ അറിഞ്ഞു. ഒരു മകൻ അമ്മയോട് ചോദിക്കും പോലെ നിഷ്കളങ്കമായ ആ ചോദ്യത്തിനു മുന്നിൽ ഞാൻ എങ്ങനെ കണ്ണടയ്ക്കും? ഒരിക്കൽ ചെയ്ത തെറ്റിന് ഞാൻ എങ്ങനെ അവനോട് ഇന്നും പൊറുക്കാതെ പകവീട്ടും? ഇല്ല, കഴിയില്ലെനിക്ക്. പ്രതീക്ഷയോടെ എന്നെ നോക്കിയിരിക്കുന്ന അവൻ്റെ ആവശ്യത്തെ നിഷേധിക്കാൻ കഴിയില്ലായിരുന്നു എനിക്ക്. ഒരു ഉരുള ചോറുരുട്ടി അവന് നേരെ ഞാൻ നീട്ടിയപ്പോൾ കുസൃതിയോടെ അവൻ വാ തുറന്നു. ആ നനഞ്ഞ ചുണ്ടുകൾ എൻ്റെ വിരലുകളിൽ സ്പർശിച്ചപ്പോൾ ഒരു പിടച്ചിലോടെ ഞാൻ കൈവലിച്ചുപോയി. അവൻ്റെ താടിരോമങ്ങളിൽ പറ്റിയിരിക്കുന്ന ചോറിൻ്റെ അംശം ഞാൻ ഷാളിൻ്റെ തുമ്പാൽ തുടച്ചു കൊടുത്തപ്പോൾ സൂരജിൻ്റെ കണ്ണുകൾ കലങ്ങുന്നതും പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പോകുന്നതും ഞാൻ നോക്കിയിരുന്നു. സ്വപ്നലോകത്തു നിന്നും ഞെട്ടിയുണർന്ന പോലെ ഞാൻ ജെനിയെ നോക്കിയപ്പോൾ ഇതൊക്കെ എന്താണെന്ന രീതിയിലുള്ള സകല ബോധവും നഷ്ടപ്പെട്ട് കണ്ണും തള്ളിയിരിക്കുന്ന അവളെ ജാള്യതയോടെ നോക്കി ഞാൻ വളിച്ച ചിരി ചിരിച്ചു. ഒരു ദിവസം ജെനിയുടെ ഒപ്പം ക്ലാസ്സിലിരുന്ന് പടം വരയ്ക്കുന്ന സൂരജിനെ ഞാൻ മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നോക്കിയിരുന്നു പോയി. ആൺകുട്ടികളോട് പോലും അടുപ്പമില്ലാത്ത സൂരജിനെ ജെനിയുടെ ഒപ്പം കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. അവനാണെങ്കിൽ ഇതൊന്നും കണ്ട ഭാവം പോലുമില്ലെന്ന് ഞാൻ അറിഞ്ഞു. അഹങ്കാരത്തോടെ ഇരിക്കുന്ന ജെനി എന്നെ നോക്കി കണ്ടോടി എന്ന് ആംഗ്യത്തോടെ ചിറി കോട്ടിയപ്പോൾ ഞാൻ ആകാംക്ഷയോടെ അവർക്കടുത്തേക്ക് ചെന്നതും ജെനിയുടെ മുഖം പെൻസിൽ കൊണ്ട് വരച്ചവൻ അതുപോലെ ഒപ്പിവെച്ചിരിക്കുന്നു. ഇത്രയും നന്നായി സൂരജ് വരയ്ക്കുമെന്നത് എനിക്ക് പുതിയ അറിവായിരുന്നു. ആള് ഗൗരവത്തോടെ എന്നെ നോക്കാതെ ഇരിക്കുകയാണ്. ജെനിക്ക് സൂരജിനോടുള്ള പേടിയൊക്കെ പോയി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചിരിയോടെ അവരെ നോക്കി നിന്നപ്പോൾ വരച്ചു കഴിഞ്ഞ പേപ്പർ ജെനിക്ക് കൊടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകും വഴി എന്നെ തേടിയെത്തിയ ആ കണ്ണുകളിൽ എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരിക്കൽ ബുള്ളറ്റിൽ കയറാൻ ജെനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്യാമ്പസിനുള്ളിലെ റോഡിലൂടെ ജെനിയെ പിറകിലിരുത്തി ചുറ്റിക്കുന്ന സൂരജ് മറ്റൊരു അത്ഭുതമായി മാറി. രണ്ടും ചേരും. അവനാണെങ്കിൽ പേരിന് പോലും സംസാരിക്കില്ല. ജെനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റില്ല. എന്തോ ചിരിയോടെ ഞാനത് നോക്കി നിന്നുപോയി. എനിക്കടുത്തേക്ക് ജെനിയെ ഇറക്കി നിർത്തിയിട്ട് എന്നെ കണ്ണുറക്കി കാട്ടി ബുള്ളറ്റുമായി പുറത്തേക്ക് പായുന്ന സൂരജിനെ കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിന്നുപോയി. ജെനിയാണെങ്കിൽ ലോകം കീഴടക്കിയ പോലെയും. ഉച്ച കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോകാനായി ഞാൻ നടന്നു. നീണ്ടു കിടക്കുന്ന റാക്കുകളിൽ തിങ്ങി നിറഞ്ഞ പുസ്തകങ്ങളിൽ ഓരോന്നിലും ഞാൻ വെറുതെ വിരൽ തൊട്ടു. പല്ലവി ഒറ്റയ്ക്കാണോ? എതിരെയുള്ള റാക്കിനടുത്തു നിന്നും എനിക്കടുത്തേക്ക് വന്ന സിദ്ധുവേട്ടൻ ചോദിച്ചതും ഞാൻ ചിരിയോടെ തലയാട്ടി. ജെനി ക്ലാസ്സിലാണോ? അതേല സിദ്ധുവേട്ടാ. മുനെ വെച്ച് ഞാനത് ചോദിച്ചതും സിദ്ധുവേട്ടൻ ഒന്ന് പരിങ്ങിക്കൊണ്ട് പോകാനൊരുങ്ങിയപ്പോൾ ഞാൻ വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ചു. വെറുതെ ആണെങ്കിൽ ആശ കൊടുക്കല്ലേ സിദ്ധുവേട്ടാ ആ മിണ്ടാപ്രാണിക്ക്. ചിലപ്പോൾ തകർന്നു പോകും അത്. അത്രയ്ക്കും പാവാ അവള്. ഒരിക്കൽ കൊടുത്തത് തിരികെ പറിച്ചെടുത്താൽ താങ്ങാനാകാതെ അവൾ ചിലപ്പോൾ. എന്തോ എൻ്റെ ശബ്ദം ഇടറിപ്പോയി. പല്ലവി. സിദ്ധുവേട്ടൻ്റെ ശബ്ദം കോപത്താൽ മുഴങ്ങുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണുകൾ ഇതുവരെ കാണാത്ത വിധം ദേഷ്യത്താൽ തിളച്ചു പൊന്തുന്നത് കാണെ ഞാൻ പിന്നിലേക്ക് മാറി. ആ നിമിഷം പ്രതീക്ഷിതമായി ലൈബ്രറിയിലേക്ക് കയറി വന്ന സൂരജ് ഞങ്ങൾ നിൽക്കുന്ന റാക്കിന് എതിർവശത്തേക്ക് വന്നു നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇഷ്ടമായി എനിക്ക്. ഈ ചങ്കിനുള്ളിൽ കൊണ്ട് നടക്കുക കണ്ട അന്നു മുതൽ. അല്ലാതെ സ്നേഹിച്ച് വഞ്ചിച്ച് വലിച്ചെറിയാനല്ല ഈ സിദ്ധുവിന്. ഒരു കിതപ്പോടെ സിദ്ധുവേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ആ കണ്ണുകൾ ചുവന്നിരുന്നു. എൻ്റെ ചിന്തകൾ എനിക്ക് നേരെ ഫണം വിടർത്തുന്നത് ഞാൻ അറിഞ്ഞു. ഇത്രയൊക്കെ അടുത്ത് ഇടപെട്ടിട്ടും ഒരല്പം പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ പവി നിനക്ക്. അത്രയും പറഞ്ഞ് എനിക്ക് മുഖം തരാതെ പുറത്തേക്ക് ഇറങ്ങിയ സിദ്ധുവേട്ടനെ നോക്കി ഞാൻ തറഞ്ഞു നിന്നു. ആ വാക്കുകൾ തന്ന ആഘാതത്തിൽ സുഖമുള്ളൊരു നോവ് എന്നിലേക്ക് പടർന്നപ്പോൾ ജെനിയുടെ ചിരിക്കുന്ന മുഖം ഓർമ്മയിലേക്ക് ഒഴുകി വന്നു. എന്നാൽ ഒരു റാക്കിനപ്പുറം തെറ്റിദ്ധാരണയുടെ ചൂളയിൽ വെന്തെരിയുന്ന മനസ്സുമായി സൂരജ് നിന്നിരുന്നത് ഞാൻ അറിഞ്ഞില്ല. അവൻ്റെ നെഞ്ചിൻ്റെ പിടച്ചിലും കോപത്താൽ കലങ്ങി നിറഞ്ഞ കണ്ണുകളും ഞാൻ കണ്ടിരുന്നുമില്ല.
ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി നീണ്ടുകിടക്കുന്ന വരാന്തയിലൂടെ വേഗത്തിൽ നടന്ന എൻ്റെ കൈകളിൽ ബലമായി പിടുത്തമിട്ട് ആരോ ഇരുട്ട് നിറഞ്ഞ ഒരു ക്ലാസ് മുറിയിലേക്ക് വലിച്ചിട്ടു. അകത്തുനിന്നും വാതിലടയ്ക്കുന്ന ശബ്ദത്താൽ ഭയന്നു വിറച്ച് നിലത്തുനിന്നും ഞാൻ കുതറി എഴുന്നേറ്റ് ലക്ഷ്യമില്ലാതെ കുതറി. നെഞ്ചിൽ അടിഞ്ഞുകൂടിയ ഭയവും ഇരുട്ടുമൂടിയ കാഴ്ചകളും എൻ്റെ നാവിനെ കുരുക്കിട്ട് നിർത്തി. നൊടിയിടയിൽ എന്നെ പൊതിഞ്ഞ ബലിഷ്ഠമായ കരങ്ങളാൽ ആരുടെയോ കരുത്തറ്റ നെഞ്ചിലേക്ക് അമർത്തിച്ചേർത്തു. നാസികയിൽ തനിക്ക് പരിചിതമായ പുരുഷഗന്ധം നിറയുന്നു. സൂരജ്, നീ എന്തിന് എന്നെ ഇങ്ങനെ? മനസ്സിൽ അവനായി കെട്ടിവാർത്ത സ്വപ്നക്കൂടുകൾ മറിഞ്ഞു വീഴുന്നത് ഞാൻ അറിഞ്ഞു. കുതറി അകലാൻ ശ്രമിക്കും മുന്നേ അവൻ്റെ അധരങ്ങൾ എൻ്റെ കിഴിച്ചുണ്ടുകളെ ഗാഢമായി കവർന്നെടുത്തു. പൊള്ളുന്ന ഭ്രാന്തമായ ചുംബനത്തിൻ്റെ ചൂടിൽ ഉടലാകെ ഉരുകിയിരുന്നു. ചെറുത്തു നിൽക്കാനാകാത്ത വിധം എൻ്റെ ശരീരം തളർന്നു വാടി വീഴാൻ ഒരുങ്ങിയപ്പോൾ വരിഞ്ഞു മുറുക്കിയ അവൻ്റെ കൈകൾ കൂടുതൽ താങ്ങായി എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ദീർഘമായ ചുംബനത്തിൻ്റെ കുളിരിൽ നിന്നും മുക്തമാക്കിയ ചുണ്ടുകളിൽ രക്തം പൊടിഞ്ഞത് ഞാൻ അറിഞ്ഞു. എതിർക്കാനാകാത്ത വിധം ദുർബലമായി പോയ എൻ്റെ മനസ്സിനെ ഞാൻ സ്വയം പഴിച്ചു. നീ എൻ്റെയാ, എൻ്റെ മാത്രം. വിട്ടുകൊടുക്കില്ല ഒരുത്തനും നിന്നെ. എന്നെ വിട്ടു പോകുമോ പവി നീ? പറ. വീണ്ടും നെറുകയിൽ മുദ്രണം ചെയ്തവൻ്റെ ചുണ്ടുകൾ ഉരുവിട്ട വാക്കുകൾ എന്നിലെന്തെന്നില്ലാത്ത വികാരങ്ങൾക്ക് വഴിമാറി. ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച എൻ്റെ വിറയ്ക്കുന്ന ശരീരത്തെ അവൻ തലോടുന്നുണ്ടായിരുന്നു. ഈയൊരു നിമിഷത്തിനായി നീയും ആഗ്രഹിച്ചിരുന്നില്ലേ? ഈ ഉടലിൻ്റെ ചൂടിൽ ചേർന്ന് നിൽക്കാൻ കൊതിച്ചിരുന്നില്ലേ? നിന്റെ അധരങ്ങൾ അവൻ്റെ ചുംബനം കൊതിച്ചിരുന്നില്ലേ? കരളിൽ ആർത്തിരമ്പുന്ന ചോദ്യങ്ങൾ എനിക്ക് ചുറ്റും വലയം തീർത്തു. ആ കൈകളുടെ കരുത്തിനുള്ളിൽ എന്നെ അടക്കിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തുമ്പോഴും എൻ്റെ ഏങ്ങലടികൾ കൂടുതൽ ശക്തമാകുന്നത് ഞാൻ അറിഞ്ഞു. ആ കൈകൾ മെല്ലെ അയഞ്ഞു വന്നപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ മുഖം പൊത്തി ഞാൻ പിന്നിലേക്ക് അടർന്നു മാറി നിന്നുപോയി. ഇങ്ങനെ കരയല്ലേ പവിയെ നീ? ആദിയോടെ എനിക്കടുത്തേക്ക് വീണ്ടും ചേർന്ന് നിന്നതും എൻ്റെ മുഖം ഒളിപ്പിച്ച കൈകളെ അവൻ ഫലമായി അടർത്തി മാറ്റി. മുണ്ടിൻ്റെ തുമ്പുയർത്തി എൻ്റെ കണ്ണുകൾ തുടച്ചു തന്നപ്പോഴും അവനെ എതിർക്കാനാകാതെ ഞാൻ നിന്നുപോയി. അവൻ്റെ ഓരോ പ്രവൃത്തികളെയും തടുക്കാനാകാതെ എൻ്റെ മനസ്സ് അവനിലേക്ക് വിധേയപ്പെട്ടു പോകുന്നത് ഞാൻ അറിഞ്ഞു. അവനേക്കാൾ മുൻപേ എൻ്റെ മനസ്സിൻ്റെ പാതി ഞാൻ അവന് പകുത്തു കൊടുത്തിട്ടും എല്ലാം ഫലമായി പിടിച്ചു വാങ്ങുന്ന അവനിലെ ഭ്രാന്തിൽ എൻ്റെ മനസ്സും ഉലഞ്ഞു പോകുകയായിരുന്നു. വീണ്ടും അവൻ എന്നിലേക്ക് ചേർന്നു നിന്നു. തല്ലുണ്ടാക്കാനും ദേഷ്യപ്പെടാനും എല്ലാവരെയും വേദനിപ്പിക്കാനുവേ എനിക്കറിയൂ പവി. എന്തെന്നറിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്നെ വിട്ടു പോകുവോ പവിയെ നീ? എന്നെ വേണ്ടെന്ന് മാത്രം പറയില്ലേടി. ആഗ്രഹിച്ചതെന്തോ കേട്ട പോലെ ഉച്ചത്തിൽ മിടിച്ച ഹൃദയം ആ വാക്കുകളെ സ്വീകരിക്കുന്നത് ഞാൻ അറിഞ്ഞു. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ അവൻ്റെ കലങ്ങിയ കണ്ണുകളിൽ തുടിക്കുന്ന വന്യമായ സ്നേഹത്തിനു മുന്നിൽ ഞാനൊന്ന് പിടഞ്ഞുപോയി. നെഞ്ചിൽ ഒരു കടലോളം സ്നേഹം ഒളിപ്പിച്ചു വെച്ച് മറുപടി നൽകാതെ അവനു മുമ്പിൽ ഞാൻ മൗനമായി. എന്തെങ്കിലും പറ പവി നീ. എൻ്റെ മൗനം അത്രമേൽ അവനെ മുറിവേൽപ്പിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ മുഖം ആ കൈക്കുമ്പിളിലെടുത്ത് അവൻ പ്രതീക്ഷയോടെ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. ആഗ്രഹിച്ചതെന്തോ വന്നു ചേർന്നിട്ടും എന്തൊക്കെയോ എന്നെ തടഞ്ഞു നിർത്തുന്നു. ഈ സ്നേഹം സ്വന്തമാക്കാൻ എന്താണ് എനിക്ക് അർഹത? സമൂഹവും കുടുംബവും ബന്ധങ്ങളുമെല്ലാം ഒരിക്കൽ ഒന്നുമില്ലാത്തവളെന്ന പേരിൽ അവനിൽ നിന്നെന്നെ ആട്ടിയകറ്റിയാൽ, എൻ്റെ യോഗ്യതയെ ചോദ്യം ചെയ്താൽ തകർന്നു പോകില്ലേ ഞാൻ? നിരസിച്ചാലോ? അവനിലെ സ്നേഹമെന്ന ഭ്രാന്തിൽ ഓരോ നിമിഷവും ഞാൻ വെന്തെരിഞ്ഞു പോകുമെന്ന് ഞാൻ ഓർത്തു. 1000 വട്ടം ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു, നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ നാവിൽ വിലങ്ങണിഞ്ഞ പോലെയാകുന്നു. ദീർഘനേരം ആ നെഞ്ചിലെ ചൂടിലേക്ക് അടരുവാനാകാതെ പറ്റിച്ചേരുമ്പോഴും അവൻ്റെ പ്രവർത്തികളുടെ കാഠിന്യം ഒരു കൊടുങ്കാറ്റ് പോലെ എന്നിൽ ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. അവനിലും മുന്നേ ആ മനസ്സ് പകുത്തു വാങ്ങിയ എന്നോടവൻ അവൻ്റെ മാത്രം സ്വന്തമാണെന്നും ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും പറയുന്നു. മെല്ലെ അവനിൽ നിന്നും അടർന്നു മാറി ഞാൻ മുന്നോട്ട് നടന്ന് വാതിൽ തുറന്നു പോകാനൊരുങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭിത്തിയിൽ ചാരി മാറിൽ കൈകൾ പിണഞ്ഞുകെട്ടി എന്നെ മാത്രം നോക്കി നിൽക്കുന്നുണ്ട്. ആ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരിയുണ്ട്. ഇവനെന്താണിങ്ങനെ? കപടമായ ഗൗരവമണിഞ്ഞവൻ. ചിലപ്പോൾ അറിയാമായിരിക്കാം അവനേക്കാൾ അധികം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്.
വരാന്തയിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴും ഒരു ചെറിയ അകലത്തിൽ എനിക്ക് പിന്നാലെ സൂരജ് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നപ്പോൾ കുറച്ചകലെയായി തമ്മിൽ കൈകോർത്ത് നിൽക്കുന്ന സിദ്ധുവേട്ടനെയും ജെനിയെയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ അവർ മൗനമായി പ്രണയം കൈമാറുമ്പോൾ ഇവിടെ ഒരാൾ ഭ്രാന്തമായി എന്നെ കരുതലോടെ അടക്കി പിടിക്കുന്നു. മൗനമായ ആ പ്രണയത്തെ ഞാൻ നോക്കി നിന്നപ്പോൾ സൂരജിൻ്റെ കണ്ണുകൾ അവരിലേക്ക് തറഞ്ഞു നിൽക്കുന്നതും അത്ഭുതത്തോടെ കുറുകുന്നതും ഞാൻ അറിഞ്ഞു. ഇപ്പോൾ സൂരജ് അറിഞ്ഞു കാണും കണ്ട നാൾ മുതൽ നെഞ്ചിലേറ്റിയ സിദ്ധുവേട്ടൻ്റെ ആ ഇഷ്ടം ജെനിയായിരുന്നുവെന്ന്. തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ ക്ലാസ്സിലേക്ക് ഓടുമ്പോൾ എനിക്ക് പിന്നാലെ സൂരജും പവി എന്നുറക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കേട്ടതായി ഭാവിച്ചില്ല. ഞാൻ ബെഞ്ചിലേക്ക് ഇരുന്നതും ഓടിക്കിതച്ചുകൊണ്ട് നാണത്തോടെ ജെനിയും ക്ലാസ്സിലേക്ക് കയറിയത് ഞാൻ നോക്കിയിരുന്നു. എന്തോ കള്ളം ചെയ്ത പോലെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടവൾ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരു നോട്ടം കൊണ്ടുപോലും തിരിച്ചറിയപ്പെടുന്നവ. മൗനം കഥ പറയുന്ന പോലെ. ബെഞ്ചിൻ്റെ മറ്റൊരറ്റത്തായി സൂരജ് വന്നിരുന്നിട്ടും ഞാൻ അവനെ നോക്കാതെയിരുന്നു. എനിക്കറിയാം ആ കണ്ണുകൾ എന്നെ മാത്രമാകും തേടുന്നതെന്ന്. ഡെന്നി സാർ കയറി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഉറക്കമില്ലായ്മയും ജോലിയും വിഷമങ്ങളും കാരണമാകാം ക്ഷീണം കൊണ്ട് അറിയാതെ എൻ്റെ കണ്ണടഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞു. ഒരു നിമിഷം ക്ലാസ് ആണെന്ന് പോലും ഞാൻ മറന്നിരുന്നു. ഉച്ചത്തിലാരോ ഡെസ്കിൻ്റെ മുകളിൽ അടിച്ച ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഡെന്നി സാറിനെ കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉയർന്നപ്പോൾ ജെനി എന്നെ ദയനീയമായി നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പേരിന് പോലും 4 അക്ഷരം പഠിക്കില്ല. കോളേജിൽ വന്ന് കറങ്ങിയടിച്ച് നടന്ന് മറ്റുള്ളവർക്ക് ശല്യമാകാൻ ഇറങ്ങും. ഇതുപോലെ ഓരോന്ന്. ഇറങ്ങിപ്പോ ക്ലാസ്സിൽ നിന്ന്. എന്തുകൊണ്ടോ പണ്ടേ എന്നെ ഇഷ്ടമല്ല സാറിന്. എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ പെട്ടെന്ന് മുഖം തുടച്ച് ഞാൻ ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. എനിക്ക് പിന്നാലെ ഡെന്നി സാറിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഒരു കൂസലുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സൂരജിനെ ഞാൻ കണ്ടു. സൂരജ്, where are you going? ഉയർന്നു പൊന്തിയ സാറിൻ്റെ വാക്കുകൾ പോലും വകവയ്ക്കാതെ എനിക്ക് പിറകെ വരുന്ന സൂരജിനെ ക്ലാസ് ഒന്നടങ്കം അന്തം വിട്ട് നോക്കുന്നത് ഞാൻ അറിഞ്ഞു. പുറത്തുള്ള വാഗമരത്തിട്ടയിൽ ചെന്ന് ഞാൻ ഇരുന്നപ്പോൾ സൂരജ് ബുള്ളറ്റുമെടുത്ത് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ചപ്പുറത്തായി എന്തോ ആലോചിച്ചെന്നോണം സിദ്ധുവേട്ടൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചമ്മലോടെ അടുത്തേക്ക് ചെന്നു. ആ മനസ്സ് കാണാതെ തെറ്റിദ്ധരിച്ചതിലുള്ള ദേഷ്യം മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. കണ്ടപാടെ മുഖം തരാതെ കടന്നകലാൻ തുടങ്ങും മുന്നേ ഞാൻ പിറകെ ഓടിച്ചെന്നു. നല്ല സൗഹൃദവും സ്നേഹവും കരുതലും തന്നവനാണ്. എങ്കിലും ഒരു നിമിഷം ജെനിക്ക് വേണ്ടി ഞാൻ സ്വാർത്ഥയായിപ്പോയി. ഞാൻ ആ കൈത്തണ്ടിയിൽ പിടിച്ചു നിർത്തി. സിദ്ധുവേട്ടാ. കണ്ണുകൾ ചെറുതാക്കി കൊഞ്ചലോടെ ഞാൻ വിളിച്ചത് കേൾക്കെ ചിരി കടിച്ചമർത്തി ആളെൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ണുമിഴിച്ച് നിന്നുപോയി. പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം തോന്നിപ്പോയടോ. നിന്നെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയ ജെനി ഒരു കണക്കിന് ഭാഗ്യവതിയാ. എൻ്റെ മനസ്സിൽ നീ ഇപ്പോൾ ഒരുപാട് ഉയർത്തില പല്ലവി. നല്ല മനസ്സാ നിനക്ക്. എൻ്റെ തോളിൽ തട്ടി ചിരിയോടെ അത് പറഞ്ഞു നടന്നകന്ന സിദ്ധുവേട്ടൻ്റെ വാക്കുകൾ എൻ്റെ കണ്ണു നിറയിച്ചു. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. പരീക്ഷകളും പഠനവും ജോലിയുമൊക്കെയായി ജീവിതം പഴയ പോലെ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ഒരു കൈ അകലത്തിൽ എന്നെ കരുതാനും സ്നേഹിക്കാനും സൂരജൊപ്പമുണ്ടായിരുന്നു. സംസാരിക്കാറില്ല അധികമൊന്നും. ഗൗരവമാണെങ്കിലും ഇടയ്ക്കൊക്കെ എന്നെ നോക്കി ഒരു ചെറു ചിരിയോടെ അവനിരിക്കും. ആ ചിരിയിൽ അലിഞ്ഞൊരായുസ് മുഴുവൻ ജീവിക്കാൻ തോന്നിപ്പോകാം എനിക്ക്. ഒരിക്കൽ കാവേരി ചേച്ചിക്കും സിദ്ധുവേട്ടനുമൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഞാനും ജെനിയും. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ സൂരജിൽ ഉടക്കി നിന്നത് ഞാൻ അറിഞ്ഞു. അവർക്കൊപ്പം എന്നെ കണ്ടതിൽ സൂരജിന് മുൻപത്തെ പോലെ ദേഷ്യമില്ലെങ്കിലും ഗൗരവത്തോടെ നോക്കി നിൽക്കുകയാണവൻ. അവർക്കടുത്തേക്ക് ഞാൻ കൈകാട്ടി വിളിച്ചപ്പോൾ മുഖം തിരിച്ചവൻ നടന്നുപോയി. എന്തോ അവൻ ഒറ്റയ്ക്ക് പോയപ്പോൾ ഉള്ളിലൊരു വിങ്ങൽ പോലെ തോന്നി എനിക്ക്. കാര്യം മനസ്സിലാക്കിയ ജെനി കണ്ണടച്ച് കാട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ പോയ ദിശയിലേക്ക് നോക്കി. അവരോട് ചെറിയൊരു കള്ളം പറഞ്ഞ് ഞാൻ സൂരജിനടുത്തേക്ക് ഓടിയപ്പോൾ ജെനിയുടെ പൊട്ടിച്ചിരിയുടെ കാരണമറിയാതെ വാ പൊളിച്ച് കാവേരി ചേച്ചിയും ഇരുന്നു. സൂരജിനരികിലേക്ക് ചെന്ന് അവനോട് ചേർന്നിരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കുസൃതിയോടെ എന്നെ അവൻ നോക്കിയിരുന്നു. അവരെക്കാൾ അധികം പ്രാധാന്യം അവന് നൽകുന്നു എന്ന് തോന്നലാകാം ഭയങ്കര സന്തോഷമായി അവൾക്ക്. ഒന്നും മിണ്ടാതെ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവൻ എൻ്റെ കുപ്പിവളകളിൽ വിരലോടിച്ചു കൊണ്ടിരുന്നു.
ആരോടും അടുക്കാത്ത ഈ വിചിത്രമായ സ്വഭാവം പലപ്പോഴും എന്നിൽ ആശ്ചര്യം നിറക്കും. മനസ്സിൽ എന്ത് തോന്നിയാലും പെട്ടെന്ന് പ്രകടമാക്കുന്ന സ്വഭാവമാണ്. നിയന്ത്രിക്കാനൊന്നും അറിയില്ല. ദേഷ്യവും വാശിയും സ്നേഹവും സങ്കടവുമെല്ലാം കളങ്കമില്ലാതെ പുറത്തു കാട്ടുന്നവൻ. ഒരു ദിവസം ചിരിയോടെ എനിക്ക് നേരെ ഒരു ചുരുട്ടിയ പേപ്പർ നീട്ടിയ സൂരജിനെ ഞാൻ എന്താണെന്നർത്ഥത്തിൽ സൂക്ഷിച്ചു നോക്കി. ഞാനത് വാങ്ങി ചുരുൾ തുറന്നതും ആ ചിത്രം കാണുകെ എൻ്റെ വിടർന്ന കണ്ണുകളിലേക്കും ചിരിയിലേക്കും കുസൃതിയോടെ അവൻ നോക്കിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എണ്ണച്ചായത്തിൽ വരച്ചെടുത്ത എൻ്റെ രൂപത്തിലേക്ക് ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എൻ്റെ കണ്ണുകളും നിരതെറ്റിയ പല്ലുകൾ കാട്ടിയുള്ള ചിരിയും എന്തിനേറെ ആ നുണക്കുഴി പോലും അതുപോലെ നുള്ളിയെടുത്ത് വച്ചിരിക്കുന്നു. ഇത്രമേൽ ആ ഹൃദയത്തിലേക്ക് ഞാൻ പതിഞ്ഞിട്ടുണ്ടാകും എന്നോർത്തുകൊണ്ട് ആ ചിത്രം ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുപോയി. ചിത്രത്തിൻ്റെ ഏറ്റവും അടിയിലായി നീണ്ട കൈപ്പടയിൽ ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്വന്തം പല്ലവിക്ക്. ആ നിമിഷം അവൻ്റെ കൈകൾ എന്നെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചതും മനസ്സ് വായിച്ചെന്നോണം അവൻ്റെ കൈകൾ അവൻ വിടർത്തിപ്പിടിച്ചു. ആ നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് ഞാൻ നിന്നപ്പോഴേക്കും എൻ്റെ നെറുകയിൽ അവൻ അമർത്തി ചുംബിച്ചിരുന്നു. അന്നൊരു ഞായറാഴ്ച ദേവർമഠത്തിലെ അടുക്കളയിൽ പതിവ് പോലെ തിരക്കിലായിരുന്നു സീത. അന്ന് തറവാട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം വിശ്വൻ തീർത്തും ശത്രുവായി മാത്രമായിരുന്നു സീതയെ കണ്ടിരുന്നത്. ചില ദിവസങ്ങൾക്ക് ശേഷം വിശ്വൻ്റെ ഇരട്ട സഹോദരിയായ ശിഖയും ദേവർമഠത്തിലേക്ക് എത്തിച്ചേർന്നു. ജീൻസും ടോപ്പും ഇട്ട നീണ്ട കോലൻ മുടിയുള്ള മോഡേൺ സുന്ദരിയായൊരു പെൺകുട്ടി. വിശ്വനെ പോലെ അതേ മുഖച്ഛായയാണ് അവൾക്ക്. ആഹാ, മുത്തശ്ശിയുടെ കുട്ടി എത്തിയോ? പെൺകുട്ടികൾ പൊതുവെ കുറവാണ് ആ തറവാട്ടിൽ. അതിനാൽ മുത്തശ്ശിക്ക് വളരെ ഇഷ്ടമാണ് അവളെ. അവരെ ഇറുകെ പുണർന്നവൾ ചിരിയോടെ മാറി നിന്നു. സീതേ, മോളുടെ പെട്ടിയെല്ലാം എടുത്ത് അകത്തേക്ക് വച്ചോളൂ. അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞവർ ശിഖയുമായി മുറിയിലേക്ക് നടന്നു. ഭാരമുള്ള പെട്ടികൾ ഓരോന്നുമായി പടികൾ കയറാൻ സീത വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. വല്ലായ്മയോടെ ശ്വാസമെടുക്കാനാകാതെ മുറിയിലെ ഭിത്തിയോട് ചാരി നിന്നപ്പോൾ ശിഖയെ തിരക്കി വിശ്വൻ അവളുടെ മുറിയിലേക്ക് വന്നു. മുറിയിൽ സീതയെ കണ്ടപ്പോൾ പകയോടെ നോക്കിക്കൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. സീതയും പെട്ടെന്ന് അവൻ്റെ നോട്ടത്തിൽ തറഞ്ഞു നിന്നുപോയി. ഹേയ് വിശ്വാ! ശിഖ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവളെ എടുത്തുയർത്തി അവൻ വട്ടം കറക്കി. ഇരട്ട സഹോദരങ്ങളുടെ ആ സ്നേഹത്തെ നോക്കി ചെറുചിരിയോടെ സീതയും അവിടെ നിന്നുപോയി. ഇവരേതാ വിശ്വ? ചോദ്യത്തോടൊപ്പം ശിഖ സീതയെ നോക്കിയപ്പോൾ സീത വേഗം പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. കട്ടിളപ്പടിക്ക് കുറുകെ വിശ്വൻ തടസ്സം നിന്ന് സീതയെ അവൻ ക്രൂരമായി നോക്കി. ഇതാണ് സീതമ്മ, ഇവിടുത്തെ വേലക്കാരി. പുച്ഛത്തോടെ അവനത് പറഞ്ഞു ചിരിച്ചതും അതേ ചിരി ശിഖയുടെ ചുണ്ടിലും വിടർന്നു. ആഹാ, ഇതാണല്ലേ നീ പറഞ്ഞ സീതാരാമയ്യർ CBI? പരിഹാസത്തിൻ്റെ മുനയോടെ അവൾ സീതയെ ആകെയൊന്നൊഴിഞ്ഞു നോക്കി. മോളെ, ഞാൻ പോയിക്കോട്ടെ? സീത വല്ലായ്മയോടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ചു മാറ്റി. അങ്ങനെ എങ്ങു പോയാലോ സീതമ്മേ, നിൽക്കെന്നേ. ദേവർമഠത്തിലെ സാറന്മാർക്ക് മുന്നിൽ സത്യശീലാവതി ചമയുന്നതിന് എന്താ നിങ്ങൾക്ക് പ്രതിഫലം? രാത്രിക്ക് രാത്രി വല്ല സൽക്കാരവും നടത്താറുണ്ടോ നിങ്ങൾക്കവർ? ശിഖയുടെ വാക്കുകൾക്ക് മുന്നിൽ ഹൃദയം തകർന്നവളെ പോലെ സീത നിന്നുപോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോളുടെ അമ്മയുടെ പ്രായമില്ല എനിക്ക്, ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ പൊക്കോട്ടെ. വിങ്ങലോടെ അവർ പറഞ്ഞപ്പോഴും മനസ്സലിവില്ലാതെ ശിഖയും വിശ്വനും അവരെ പരിഹാസത്തോടെ നോക്കി നിന്നു. അമ്മ പോലും, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാ ഇവിടെ എനിക്കിപ്പോൾ തല ഉയർത്തി നടക്കാൻ പറ്റാത്തത്. ഒരിക്കൽ പോലും എന്നെ കൈവയ്ക്കാത്ത അച്ഛനും ചെറിയച്ഛനും പോലും എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്നെ പട്ടിയെ പോലെയാ തല്ലിച്ചതച്ചത്. എന്നിട്ട് നിന്ന് പൂങ്കണ്ണീര് പൊയ്ക്കുന്നു. ഞാൻ നാണം കെട്ട് നിന്ന പോലെ നിങ്ങളെ ഞാൻ നിർത്തും, ആട്ടി ഇറക്കിക്കും ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ. അതുവരെ ഇവിടെ നിന്ന് സുഖിക്ക്. പകയെരിയുന്ന വിശ്വൻ്റെ വാക്കുകൾ കേക്കെ സീത പേടിയോടെ വിറച്ചു നിന്നുപോയി. കുടിലതയോടെയുള്ള വന്യമായ അവൻ്റെ നോട്ടത്തിനു മുന്നിൽ ആ പ്രായമായ സ്ത്രീ പൊട്ടിക്കരഞ്ഞുപോയി. നേരിയതിൻ്റെ തലപ്പാൽ വാ പൊത്തിപ്പിടിച്ച് സങ്കടത്തോടെ വേഗത്തിൽ ആ മുറിയിൽ നിന്നും സീത പുറത്തേക്കിറങ്ങുമ്പോഴും കണ്ണുകളിൽ കൗശലം നിറഞ്ഞ ചിരിയോടെ ശിഖ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. താഴത്തേക്കുള്ള പടവുകൾ ഇറങ്ങിയതും തൊട്ടടുത്ത മുറിയിൽ നിന്നും ഒരു ചെറിയ ട്രാവൽ ബാഗുമായി ആദി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൻ തൻ്റെ ഈ കോലം കാണണ്ട എന്നോർത്ത് സീത വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു.
ഉച്ച കഴിഞ്ഞ് ദേവർമഠത്തിൽ തൻ്റെ അമ്മയുടെ മുറിയിലെ കട്ടിലിൽ ചാരി കിടക്കുകയായിരുന്നു സൂരജ്. പകൽ സ്വപ്നങ്ങളിൽ പോലും ആ നിഷ്കളങ്കമായ മുഖമുള്ള പാവം പെണ്ണിൻ്റെ മുഖം അവൻ്റെ കണ്ണുകളിലേക്ക് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്വന്തം പല്ലവിയുടെ. വാതിൽ തുറന്ന് മുത്തശ്ശി അവനടുത്തേക്ക് വന്നതും അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. എന്തേ കല്യാണിക്കുട്ടി പതിവില്ലാതെ മുറിയിലോട്ടൊക്കെ? കുസൃതി ചിരിയോടെ അവനത് ചോദിച്ചതും അവൻ്റെ കൈകൾ കവർന്ന് ചേർത്തു പിടിച്ചവർ ചിരിച്ചു. എന്തേ ഈ കിളവിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഒരു പ്രത്യേക താളത്തിൽ മുത്തശ്ശി അത് പറഞ്ഞതും ചിരിയോടെ സൂരജ് അവരുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. കുറച്ചുനേരം അങ്ങനെ ചേർന്നിരുന്നിട്ട് മുത്തശ്ശി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു ചെറിയ പട്ടുതുണി കൊണ്ട് നെയ്ത കിഴി അവൻ്റെ ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്തു. കാലങ്ങളായി കൈമാറി വന്ന പൊന്നിൽ തീർത്ത നിന്റെ അമ്മയുടെ ആഭരണങ്ങളാണിത്. എൻ്റെ ഒരേ ഒരു പെൺതരിക്ക് ഞാൻ കൊടുത്തത്. സങ്കടത്താൽ നനഞ്ഞ തൻ്റെ ഇരു കൈകളും മുത്തശ്ശി തുടച്ചു. ഇനി അത് നിന്റെ പെണ്ണിനുള്ളതാ. ഞാൻ ഇന്നു പോയാലും അതിനർഹതപ്പെട്ടവളെ നീ ഇതണിയിക്കണം. പുറത്തേക്ക് നടന്നകന്ന മുത്തശ്ശിയെ നോക്കി നിൽക്കെ അവൻ്റെ കണ്ണുകളും അമ്മയുടെ ഓർമ്മയിൽ കലങ്ങിപ്പോയി. അടുത്ത നിമിഷം പല്ലവിയുടെ മുഖം മിഴിവോടെ അവനിൽ നിറഞ്ഞു വന്നതും അവൻ അത് തുറന്ന് ആ താലിമാല അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ഏലസ് കോർത്ത ആ കറുത്ത ചരടിൻ്റെ കൂടെ ഈ താലിയും അവളുടെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടക്കണം. നിന്നെ ഞാൻ എൻ്റെ മാത്രമായി സ്വന്തമാക്കും പവിയെ. ആലോചനയോടെ ചെറുചിരിയോടെ മേശയ്ക്ക് മുകളിലേക്ക് വച്ചിട്ട് സൂരജ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും അവൻ്റെ മുറി വൃത്തിയാക്കാനായി മുത്തശ്ശി പറഞ്ഞയച്ചിട്ട് സീത അവിടേക്ക് വന്നു. സൂരജ് അവരെ കണ്ടതും ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങാനൊരുങ്ങി. കുഞ്ഞുണ്ണിയുടെ മോനല്ലേ? വാത്സല്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് സീത ചോദിച്ചപ്പോൾ സൂരജ് മനസ്സിലാകാത്ത പോലെ ഗൗരവത്തിൽ നിന്നു. ഊർമിളയുടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഉണ്ണി. ചെറുപ്പം മുതൽ ഇവിടുത്തെ തൊടിയിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ ഞങ്ങൾ. പണ്ടേ വാശിക്കാരിയും ദേഷ്യക്കാരിയും ഒക്കെയാണ് കേട്ടോ അവള്. മോന് ഉണ്ണീനെ പറിച്ചു വെച്ച പോലെയാ അതേ മുഖം. പക്ഷേ മോനെ പോലെ അല്ല കേട്ടോ. എപ്പോഴും ആ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടാകും. ഒന്നും മിണ്ടാതെ സീതയെ തന്നെ അവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആവേശത്തോടെ തൻ്റെ അമ്മയെപ്പറ്റി ഇത്രയും വാചാലയാകുന്ന ഒരു വേലക്കാരി സ്ത്രീയുടെ ബന്ധം പുതുക്കലിൽ ദേവർമഠത്തിലെ രാജരക്തത്തിന് മടുപ്പ് തോന്നി തുടങ്ങി. പഴയ പൊലിമയും ബന്ധവും പറഞ്ഞ് തൻ്റെ സഹതാപത്തെ ചൂഷണം ചെയ്യാൻ വന്ന കേവലമൊരു വേലക്കാരി സ്ത്രീയായി അവന് സീതയെ പറ്റി തോന്നിപ്പോയി. അവർക്ക് മുന്നിൽ അവഗണനയോടെ മുഖം തിരിച്ചു പോകാനൊരുങ്ങിയപ്പോൾ സീത വീണ്ടും ചോദിച്ചു, മോൻ്റെ അച്ഛൻ മാധവേട്ടൻ ഇപ്പോൾ കാലം കുറേ ആയിട്ടോ ഞാൻ കണ്ടിട്ട്. എപ്പോൾ കണ്ടാലും സീതപ്പെങ്ങളേന്ന് വിളിച്ചോടി വരും. പണ്ടൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു ഉണ്ണിയും മാധവേട്ടനും കൂടി. അന്ന് മോൻ ഉണ്ണിയുടെ വയറ്റിലായിരുന്നു. മാധവേട്ടൻ പറയും എനിക്കുണ്ടാകുന്നത് മോളും ഉണ്ണിക്ക് മോനും പിറന്നാൽ അവരെ തമ്മിൽ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്. ഏതോ ഓർമ്മയിൽ അവരുടെ കണ്ണുകളിൽ പൊടിഞ്ഞ കണ്ണീരിനെയും കാണാതെ അവൻ മറ്റെവിടേക്കോ മുഷിപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം അവർ പറഞ്ഞ വാക്കിൽ സൂരജിന് തൻ്റെ ദേഷ്യം അടക്കാനായില്ല. പെട്ടെന്നവൻ പോക്കറ്റിലിരുന്ന പേഴ്സ് തുറന്ന് 2000-ൻ്റെ ഒരു നോട്ട് ധാർഷ്ട്യത്തോടെ അവരുടെ കയ്യിലേക്ക് ബലമായി പിടിപ്പിച്ചു വെച്ചു കൊടുത്തു. വേഗത്തിൽ താഴേക്ക് പടികൾ ഇറങ്ങിപ്പോകുന്ന സൂരജിനെ നോക്കി അവർ ചലനമില്ലാതെ നിന്നുപോയി. തന്നെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ നോവിൽ അവൻ കൈകളിൽ വെച്ച് തന്ന ഭിക്ഷയിലേക്കവർ നോക്കി നിന്നുപോയി. ഹൃദയമുരുകുന്ന വേദനയിൽ കൈകൾ വിറച്ചു. നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ ആ നോട്ടിലേക്ക് അടർന്നു വീണ് ചിതറി. മനസ്സിന് വല്ലാതെ വേദനിക്കുന്നു. തൻ്റെ ഉണ്ണിയുടെ മകനോടുള്ള ആ സ്ത്രീയുടെ വാത്സല്യത്തെ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഒരിക്കൽ പരസ്പരം ഹൃദയം പകത്ത് ജീവിച്ച സീതയെയും ഉണ്ണിയെയും പറ്റി അവൻ അറിഞ്ഞില്ല. അതിലുപരി തൻ്റെ എല്ലാമായ പവിയുടെ അമ്മയാണ് ആ സ്ത്രീയെന്നവൻ അറിഞ്ഞില്ല. സീത മുറിക്കുള്ളിലേക്ക് കയറി സൂരജ് കൊടുത്ത നോട്ട് അവൻ്റെ മേശയ്ക്ക് മുകളിലേക്ക് വെച്ചു. ബന്ധങ്ങൾക്ക് വിലയിട്ടവൻ ശാപം പോലെ ആ സ്ത്രീയുടെ ഒരിറ്റ് കണ്ണീർ വീണ്ടും ആ നോട്ടിലേക്ക് ഇറ്റു വീണു. അടുത്ത നിമിഷം സൂരജിനെ തേടി അവൻ്റെ മുറിയിലേക്കെത്തിയ ശിഖ മുറി വൃത്തിയാക്കുന്ന സീതയെയാണ് കണ്ടത്. സൂരജ് എവിടെ? കുഞ്ഞിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശിഖയുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് സീത തൻ്റെ ജോലി തുടർന്നു. അല്പനേരം റൂമിനുള്ളിലേക്ക് ചുറ്റും കണ്ണോടിച്ചപ്പോൾ മേശമ്മേലിരിക്കുന്ന സ്വർണ്ണക്കിഴി ശിഖയുടെ കണ്ണിലുടക്കി.
എന്തോ ആലോചനയോടെ സീതയെ ഗൂഢമായി നോക്കിക്കൊണ്ടവൾ കൗശലത്തോടെ ചിരിച്ചു. വീണ്ടും അവരെ തറപ്പിച്ചൊന്നു നോക്കിക്കൊണ്ട് ശിഖ മുറിക്ക് പുറത്തേക്കിറങ്ങി. അപമാനിക്കപ്പെട്ട തൻ്റെ കൂടപ്പിറപ്പിൻ്റെ വേദനയ്ക്കുള്ള മറുമരുന്നുമായി അവൾ വിഷൻ്റെ റൂമിലേക്ക് നടന്നു. ദേവർമഠത്തിലെ ഉമ്മറത്ത് വൈകുന്നേരത്തെ ചായ സൽക്കാരം നടക്കുകയാണ്. മുത്തശ്ശിയും ആദിയുടെ അച്ഛനും അശോകനും നന്ദനുമെല്ലാം മുത്തശ്ശിക്കൊപ്പമുണ്ടായിരുന്നു. ബാക്കി സ്ത്രീജനങ്ങളും വിശ്വനും ശിഖയും വിഷ്ണുവും എല്ലാവരുമുണ്ട്. നാട്ടുവർത്തമാനവും കളിച്ചിരിയും തമാശകളും എല്ലാം അവിടെങ്ങും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഏറെ നേരമായി ബാൽക്കണിയിൽ നിന്നും ആർക്കോ ഫോൺ വിളിച്ച ശേഷം മുറിയിലേക്ക് വന്ന സൂരജ് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി. താഴെ നിന്നും ഉയർന്നു കേൾക്കുന്ന ബഹളം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി. റെഡിയായി താഴേക്കിറങ്ങാൻ തുടങ്ങിയതും മേശമ്മേൽ വെച്ചിരുന്ന ആഭരണങ്ങൾ അടങ്ങിയ കിഴി അപ്രത്യക്ഷമായ പോലെ അവന് തോന്നി. അടുത്തേക്ക് വന്ന് വെപ്രാളത്തോടെ അവിടെയെല്ലാം ഒരു ഭ്രാന്തനെ പോലെ അവൻ വാരി വലിച്ചിട്ട് തിരഞ്ഞു. ആളിക്കത്തിയ ദേഷ്യത്തോടെ അടർത്തി നിർത്താനാകാതെ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് അവൻ ആഞ്ഞടിച്ചു. ദേഷ്യത്താൽ അടിമുടി വിറച്ചുകൊണ്ടവൻ താഴേക്ക് പടികൾ ഇറങ്ങി. ഉമ്മറത്തേക്ക് പാഞ്ഞിരച്ചു വന്നതും അവൻ്റെ വരവും മുഖഭാവവുമെല്ലാം കാണെ എല്ലാവരും നിശബ്ദമായി.